പോവുകയാണ്. മാതാപിതാക്കൾ നന്നായി വളർത്തിയില്ലെങ്കിൽ ഒരു ഭാര്യമാർക്കും ഭർത്താക്കന്മാരെ കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ നിമിഷം വരെ പപ്പായെ കൊണ്ട് ഒരു ദുഃഖവും വന്നിട്ടില്ല. ദൈവം എന്നെ വളരെയേറെ, എന്നെയും കുഞ്ഞുങ്ങളെയും വളരെയേറെ കാത്തുപാലിച്ചു. എനിക്ക് 10 കുഞ്ഞുമക്കളെ തന്നു. അതിലുപരി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇണയും തുണയുമായി കൊടുത്ത എൻ്റെ മക്കളേക്കാൾ കൂടുതലായി ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്നു. ഒരു അഹങ്കാരത്തിലും പറയുന്നതല്ല. ഇന്ന് വരെ അങ്ങനെ ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇനിയുള്ള കാര്യവും ദൈവം ഞങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. ഇവിടെ വന്നുകൂടിയ എല്ലാവർക്കും, പപ്പായുടെ കുട്ടപ്പനപ്പാപ്പൻ എന്ന് വിളിക്കുന്ന പപ്പായുടെ ചേട്ടൻ്റെ മക്കളെല്ലാവരും ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. എല്ലാ സ്വന്തക്കാരും ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. എൻ്റെ ഈശോയെ എന്നെ സഹായിച്ചു. അതുമാത്രം ഏതൊരു പെണ്ണിനും ഭർത്താക്കന്മാർ നല്ലതല്ലെങ്കിൽ അവരുടെ ജീവിതം എന്നും സങ്കടമായിരിക്കും. പെണ്ണുങ്ങളുടെ മാതാപിതാക്കൾക്കും വളരെ ദുഃഖമായിരിക്കും. പക്ഷേ എന്തോ കാരണവന്മാരുടെ സുഹൃത്തും കൊണ്ടൊക്കെ ആകാം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു എന്ന് കരുതി ഞങ്ങളുടെ ഇടയിൽ വഴക്കുകളോ പിണക്കങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നൊന്നും ആരും പറയരുത്. ചെറിയ ചെറിയ പിണക്കമൊക്കെ വരും. അത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അങ്ങ് മാറും. ഒരു കൊതികുത്ത് അത്രേ ഉള്ളൂ. എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വന്ന് സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി. സ്നേഹത്തിൽ പൊതിഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഈ ചടങ്ങ് മനോഹരമാക്കുവാനായി എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സുനിയച്ചനും പ്രത്യേകം നന്ദി പറയുന്നു. മരുമക്കൾ എന്ന് പറയുമ്പോഴും മക്കളെക്കാളേറെ, അല്ലെങ്കിൽ മക്കളെ പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതിന് പപ്പായും മമ്മിയും പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. മക്കളായി ഞങ്ങളെക്കാളും പ്രശംസിക്കുകയും അല്ലെങ്കിൽ അവരുടെ മരുമക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്ത് മരുമക്കളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് ഫെമിയും ഗ്രേസ് ചേട്ടാ ഈ അടുത്ത് പപ്പായോട് പറഞ്ഞ കാര്യം ഫെമി എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. മരുമക്കളായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുര്യാക്കോസ് തോട്ടത്തിൻ്റെ മരുമക്കൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനവും അതുപോലെ തന്നെ സന്തോഷവുമാണ്. ഈ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും കുര്യാക്കോസ് തോട്ടത്തിൻ്റെ മരുമക്കളല്ലേ എന്ന് പറഞ്ഞ് തല താഴ്ത്തേണ്ട ഒരു അവസരം, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പപ്പായുമായിട്ട് പരിചയപ്പെട്ടുള്ള ഏതൊരു മനുഷ്യനും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് പപ്പായോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ബഹുമാനവും അവരുടെ കണ്ണുകളിൽ നിന്നും വാക്കുകളിൽ നിന്നും ഞങ്ങൾ മരുമക്കൾ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ സമചിത്തതയോടും സംയമനത്തോടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നേരിടുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് മാത്രമല്ല, ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന സാഹചര്യമാണ് പപ്പായുടെ ജീവിതത്തിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ളത്. ഒരിക്കൽ കുറുമുള്ളൂർ വെച്ച് പരിചയപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, നിന്റെ ഫാദറിലോ ഇലക്ഷന് മത്സരിച്ചപ്പോൾ മാത്രമാണ് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഞങ്ങൾ വോട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഏതൊരു പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ച് മുമ്പോട്ട് പോകുവാൻ പപ്പായ്ക്ക് കിട്ടിയ കൃപയ്ക്ക് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നും മുമ്പോട്ടുള്ള പപ്പായുടെ ജീവിത പ്രയാണം കൂടുതൽ ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. പക്ഷേ പപ്പായെക്കുറിച്ച് 1-2 കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ഞാൻ പപ്പായിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം എൻ്റെ പപ്പായും ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അവരങ്ങനെ കൊളീഗ്സ് ആയിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ 17 വർഷമായിട്ട് പപ്പായിനെ അടുത്തറിയാൻ സാധിച്ചു. എല്ലാ കാര്യങ്ങളും ജിമ്മീഷ് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഞാനും എഗ്രി ചെയ്യുന്നത്. പപ്പായുടെ മരുമകളാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത്, ഒരിക്കലും ഡേ 1 മുതൽ പപ്പായും മമ്മിയും ഒരു മരുമകളായിട്ടല്ല, മൂത്ത മകളായിട്ട് തന്നെയാണ് എന്നെ കണ്ടിരിക്കുന്നത്. ആ കരുതലും സ്നേഹവും എന്നും ഉണ്ടായിരുന്നു. പപ്പായുടെ ഒത്തിരി ക്വാളിറ്റീസൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു. പപ്പ ഒരു നല്ല ശാന്തശീലനും നീതിഹൃദയനും, അതുപോലെ തന്നെ പപ്പ നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു പ്രാസംഗികനാണ്. പപ്പ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഏറ്റവും നല്ലൊരു ഗുണം ശരിക്കും പപ്പ നല്ലൊരു ഫാമിലിമാനാണ്. പക്ഷെ പപ്പായ്ക്ക് ആ ഗുണം പപ്പായുടെ മക്കളിലേക്ക് പകർന്നു തരാൻ പറ്റി. ഞങ്ങളുടെ എല്ലാവരുടെയും ഫാമിലിയിൽ അച്ചാച്ചനും ടെനിസിനും ഫെമിയായിക്കും എല്ലാം അത്
നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പപ്പ, താങ്ക് യു, ഹാപ്പി ബർത്ത്ഡേ. ഞാനും ഒന്നും പറയാൻ പ്രിപ്പയർഡ് അല്ല, പക്ഷേ ഇച്ചിരി ഇമോഷണൽ ആയിരുന്നു പപ്പ സ്റ്റേജിൽ പപ്പാനെ വിളിച്ചപ്പോൾ. എന്താണെന്നറിയത്തില്ല, ഒത്തിരി വർഷത്തെ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് 10-15 വർഷം ആയുള്ളെങ്കിലും അതിനും ഒരു 12 വർഷം മുമ്പ് എനിക്ക് പപ്പാനെ അറിയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ജെഞ്ചേട്ടാനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. പലർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അന്ന് കുറച്ച് നാൾ ഞങ്ങളുടെ ഇഷ്ടമൊക്കെ വീട്ടിൽ വിളിച്ചപ്പോൾ തന്നെ പപ്പായും മമ്മിയും പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് തരാം, നിങ്ങൾ സാമാന്യമായ രീതിയിൽ പോവുക, പഠിക്കുക, പ്രായമാകുമ്പോൾ കല്യാണം കഴിപ്പിച്ച് തരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് ഒരു പപ്പ എന്നും ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, സ്നേഹമുള്ള, എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു. ഇവർ പറഞ്ഞത് ചിലപ്പോൾ എല്ലാവർക്കും തോന്നും, ഓ ഇതൊക്കെ ഒരു ബർത്ത്ഡേക്ക് എല്ലാവരും പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ ഇത്രയും വർഷം ഇങ്ങനെ ഒരു പിതാവിനെ കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല. അത്രയും നല്ല ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങളെ മക്കളെന്ന് അല്ലാതെ ഇന്ന് വരെ മോളെ എന്നല്ലാതെ എന്നെയോ ചേച്ചിയോ പപ്പ വിളിച്ചിട്ടില്ല. ഫെമിയായോട് പോലും ഞങ്ങളെപ്പോഴും പറയും, നിന്നേക്കാളും ഞങ്ങളെ. അപ്പോൾ അവൾ പറയും, അങ്ങനെ വെക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളെ അവർ അങ്ങനെയാണ് ഇതുവരെ. പപ്പ ഒരിക്കൽ പോലും അത് മാറ്റി, നമ്മളൊരു ചെറിയ കറി വെച്ചാൽ പോലും അപ്പം പറയും ഇവരെന്ത് രുചിയാണ്. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് 2 പ്രാവശ്യം കൂടെ കറി വെക്കാൻ തോന്നും. അത്രയും പപ്പ ശ്രദ്ധിക്കാറുണ്ട് ഒരു കുടുംബം എങ്ങനെ നന്നായി കൊണ്ടുപോകണമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ പ്രേമമൊക്കെ അറിഞ്ഞ സമയത്ത് പപ്പ എന്നോട് പറഞ്ഞു, നീ മിടുക്കിയായി പഠിക്കുക എന്ന്. ടെന്നീസിന് 5 അക്ക ശമ്പളം, അതായത് 10,000 രൂപ 5 അക്ക ശമ്പളം ഉണ്ടോ അന്ന് ഞാൻ നിന്നെ കല്യാണം കഴിയും, കാരണം അവന് നിന്റെ വസ്ത്രമൊക്കെ മേടിച്ചു തരാനുള്ള കഴിവാണല്ലോ. ടെഞ്ചേട്ടായി UK പോയി, ആദ്യത്തെ ശമ്പളം ഫോണിൽ വിളിക്കൂല്ലോ നമ്മൾ. അപ്പോൾ ആദ്യത്തെ ശമ്പളം കിട്ടിയത് കഴിയുമ്പോൾ ഞാൻ കുറുകുറുക്ക് വിളിച്ചു, പപ്പ ചേട്ടായുടെ ആദ്യത്തെ ശമ്പളമൊക്കെ കിട്ടി, എപ്പോഴാണ് എൻ്റെ കല്യാണം? അപ്പോൾ പപ്പ പറഞ്ഞു, ഇവിടെ കൊണ്ട് ഒരു ശരിയായി, ഇവിടെ പെട്ടെന്ന് പിടിച്ച് കല്യാണം കഴിപ്പിച്ചേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആദ്യത്തെ വരവിന് തന്നെ എനിക്കൊന്ന് ചേട്ടാനും ചേച്ചിനെയൊക്കെ നിർബന്ധമായിട്ട് വിളിച്ചു വരുത്തി പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച്. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ പപ്പ ഞങ്ങൾക്ക് പറയാൻ പോലും പറ്റാത്തൊരു ഇമോഷണൽ ഫീലിംഗ് ആണ്. ഇന്ന് 70 നിറവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയാനേ ഉള്ളൂ. കാരണം പപ്പായിനെ ഇതുപോലൊരു കുടുംബത്തിൻ്റെ നാഥനായി അവിടെ വരാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം തന്ന്, കാരണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭദ്രത പപ്പായുടെ കൈകളിൽ കൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം താങ്ക് യു പപ്പ, ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗെയിൻ. ഇനി ഒരുപാട് കാലം പപ്പായ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. He's a role model to my dad and all of us grandkids too. Every time we visit in India, I get really excited because I know Papa will give me rides on his bike. He gets me paroda and other little treats. He knows what I like best. But it's not just the fun stuff. Some of my favourite memories are when we sit around the table for lunch or dinner. We stay there for a long time, just talking or laughing. Papa and Mummy always tell stories, share great advice and make us feel really close as a family. I'm very lucky to have a papa like him. He always makes time for us, tells us great things and shows us what family love is all about. Thank you, Papa, for everything you've done. I love you so much. Good afternoon, everyone. I'm here on stage today to share a few words about my role model and my beloved one. ഞങ്ങളുടെ ഫാമിലിയുടെ ബാക്ക് ബോൺ. ഞാൻ എപ്പോഴും പറയും മമ്മൂട്ടീനെ പോലെ ആയിരിക്കുന്നതിന്. ചിലവർക്ക് അത് തോന്നത്തില്ല, പക്ഷെ എനിക്കത് തോന്നുന്നുണ്ട്. And yes, this is all about my dear Papa, our Papa. പപ്പ എനിക്ക് സോ സ്പെഷ്യലാണ്. പപ്പ ഇല്ലാതെ ഞങ്ങളുടെ എല്ലാം ഫാമിലി would be like a body without a spine, a book with no words, and a pair of glasses without lenses. എനിക്ക് ഒരുപാട് സന്തോഷവും പ്രൈഡുമാണ് തോട്ടത്തിൽ കുര്യാക്കോസിൻ്റെ കൊച്ചുമകൾ എന്ന് പറയുന്നത്. ബിക്കോസ് ദാറ്റ് നെയിം ഹോൾഡ്സ് പ്രൈഡ്. ആ പേരിൻ്റെ ജനറേഷനിൽ ഉള്ള ഞങ്ങൾ ഓരോ കൊച്ചുമക്കളും പപ്പാൻ്റെ ഫുഡ് സ്റ്റെപ്സാണ് ഫോളോ ചെയ്യാൻ ഇഷ്ടം. ചെറുപ്പം തൊട്ട് I saw Papa as a heroic figure, supporting his family, respecting his wife, playing with his grandchildren, and വേണ്ടപ്പോൾ തേങ്ങ പോലും ചെണ്ടി കൊടുക്കും. What else could you want from a granddad? The answer is absolutely nothing. But Papa is so much more. He makes time for politics, speeches, and vegetable prayers. So Papa, thank you for everything you've done. And I hope I've done something towards it. As a മടിയിൽ കിടക്കനാണെങ്കിലും അല്ലെങ്കിൽ ചളി തമാശ പറയാനാണെങ്കിൽ I hope I have always spent special time with you, Papa. And
yes, I am absolutely sure if you look from some angles, he does look like Mammootty. Once again, happy birthday, Papa. I love you.